ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഈവനിങ്ങിലായപ്പോഴത്തേക്ക് അച്ഛൻ കുറച്ച് കട്ട്ലേറ്റുമായിട്ട് വന്നു. അപ്പം അമ്മ അത് ഞങ്ങൾക്ക് എടുത്തുകൊണ്ട് വന്നു കേട്ടോ. 3-4-5 കട്ട്ലേറ്റ് ഉണ്ടായിരുന്നു. നല്ല ബീഫ് കട്ട്ലേറ്റ് ആയിരുന്നു. അങ്ങനെ അത് കാര്യമായിട്ട് ഞങ്ങൾ 3 പേരും കൂടെ കഴിച്ചു. ഒരെണ്ണം അവനും വെച്ചു, അവൻ ട്യൂഷന് പോയിരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് അച്ഛൻ എപ്പോഴും ഞങ്ങൾക്ക് ഈവനിങ്ങിൽ കട്ട്ലേറ്റ് കൊടുത്തരും. അപ്പോൾ അച്ഛൻ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചായ് മസ്താനിയിൽ പോകാമെന്ന് വിചാരിച്ചു. എന്താണ് ചായ് മസ്താനി എന്നല്ലേ ആദ്യം ഒരുങ്ങട്ടെ എന്നിട്ട് പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ ലിസ്റ്റിക്കൊക്കെ ഇട്ട് കാര്യമായിട്ട് ഒരുങ്ങുകയാണ്. ഞാനും ഉണ്ട്, ചേച്ചിയും ഉണ്ട്. അപ്പോൾ ഞങ്ങളായിട്ടും കൂടെ കാര്യമായിട്ട് ഒരുങ്ങും. അങ്ങനെ ഞങ്ങളുടെ ഒരുക്കമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ദാ ഒരാൾ ട്യൂഷൻ കഴിഞ്ഞു വന്നു. അപ്പൊ അവൻ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവൻ വന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വണ്ടി എടുത്ത് നേരെ വിട്ട് റോഡ് മുക്കിൽ. അത് ഞാൻ വിചാരിച്ചു ബാലറ്റ് വണ്ടി പോകാമെന്ന്. പിന്നെ ബാലറ്റ് കുറവായതുകൊണ്ട് പിന്നെ ഞങ്ങൾ പെട്രോൾ വണ്ടിയിലിട്ട് പോയത്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് നേരെ റോഡ് മുക്കിലേക്ക് വെച്ച് പിടിച്ചു ഗൈസ്. അപ്പൊ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ചായ് മസ്താനി റോഡ് മുക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. അടിപൊളി ഒരു ടേസ്റ്റി വിഭവങ്ങളുള്ള കടയാണ് കേട്ടോ. നമ്മുടെ ഹരി എന്ന ബ്ലോഗറുടെ വീഡിയോ കണ്ടിട്ടാണ് നമ്മൾ ഈ കട ഇവിടെ ഉണ്ടെന്ന് തന്നെ നമ്മൾ അറിയുന്നത്. അങ്ങനെ ഞങ്ങൾ ചെന്നു. ഞങ്ങൾ വെറൈറ്റി ആയിട്ട് ചിക്കൻ ദോശ കണ്ട് അങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ടാണ് നമ്മൾ അവിടെ ചെല്ലുന്നത്. അപ്പോൾ അവിടെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പൺ പൊറോട്ട, അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ചിക്കൻ ദോശയും കൊത്തു പൊറോട്ടയാണ് ഓർഡർ ചെയ്തത്. നമ്മൾ ഓർഡർ ചെയ്യുന്ന സാധനം നമുക്ക് ഇവിടെ ലൈവായിട്ട് ഉണ്ടാക്കുന്നത് കാണാം. അതുപോലെ ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. അവിടുത്തെ കുക്കാണെങ്കിലും അവിടുത്തെ മാനേജ് ചെയ്യുന്ന ആ ചേട്ടനായിരുന്നു. എല്ലാവരും നല്ല ഫ്രണ്ട്ലി. അങ്ങനെ നമ്മൾ അവർ ഉണ്ടാക്കുന്നതൊക്കെ ലൈവായിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റി കേട്ടോ. അങ്ങനെ നേരെ നമുക്ക് ചിക്കൻ ദോശ ഉണ്ടാക്കുന്നത് എടുക്കാനായിട്ടും പറ്റി. അത് ഓണർ ആയിരുന്നു നമുക്ക് ചിക്കൻ ദോശ ഉണ്ടാക്കി തന്നത്. അപ്പോൾ പുള്ളി വീഡിയോ എടുത്തോളാനായിട്ട് സമ്മതിച്ചു. അങ്ങനെ ഞങ്ങൾ ചിക്കൻ ദോശ ലൈവായിട്ട് ഉണ്ടാക്കുന്നത് വീഡിയോ ആയിട്ട് എടുത്തു. അപ്പം നിങ്ങൾ എല്ലാവരും കാണും. നമ്മുടെ ചിക്കൻ ദോശ അങ്ങനെ റെഡി ആയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. അടിപൊളിയായിരുന്നു കേട്ടോ. കാണാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടും അടിപൊളിയായിരുന്നു കേട്ടോ. അതിനകത്ത് ഫില്ല് ചെയ്യുന്ന ആ ഒരു ഗ്രേവി അവരുടെ സ്പെഷ്യൽ മസാല കൂട്ടാണ്. അടിപൊളിയായിരുന്നു. അത് കഴിക്കാൻ തന്നെ നമ്മൾ എന്താ പറയുക, ടേസ്റ്റ് വൈസ് ആകുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. നമ്മൾ സാധാ എല്ലാ കടയിലും ഒരേ ഒരു ടേസ്റ്റ് വൈസ് ആയിരിക്കും കിട്ടുന്നത്. ഇവിടെ വേറൊരു വൈബ് തന്നെയായിരുന്നു ഫുഡ് കഴിച്ചത്. പിന്നെ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കൻ ദോശയിലൂടെ കിട്ടുന്ന 4 തരം വെറൈറ്റി കറികളാണ് കേട്ടോ. ചമ്മന്തിയും ഒക്കെ നമുക്ക് എല്ലായിടത്തും കിട്ടുന്നതാണ്. പക്ഷേ അവിടുത്തെ ഒരു ബീഫ് കറി അതിൻ്റെ കൊടുത്ത് കിട്ടിയ അത് അസാധ്യ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. വേറൊരു ടേസ്റ്റ് ആയിരുന്നു. അത് വന്ന് നമ്മൾ കഴിക്കുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതുപോലത്തെ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതിൻ്റെ മസാലയ്ക്കും അതിൻ്റെ ഫില്ലിങ്സിനും കാര്യങ്ങളും എല്ലാം. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ചായ് മസ്താനിയിൽ വരണം കേട്ടോ. നമ്മുടെ ആലപ്പുഴ കോമളൂരും കഴിഞ്ഞിട്ട് പോകുന്ന റോഡ് മുക്കിലാണ് നമ്മുടെ ഈ കട ഉള്ളത്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ഐറ്റമായ ഈ ചിക്കൻ ദോശ വന്ന് കഴിച്ചേ പറ്റൂ കേട്ടോ. അടിപൊളിയായിരുന്നു. അസാധ്യ ടേസ്റ്റ്. എക്സ്പെഷ്യലി നമ്മുടെ ചിക്കൻ ദോശയുടെ ഫില്ലിങ്സ് അതൊരു രക്ഷയില്ലാത്ത ഐറ്റം ആയിരുന്നു. പിന്നെ കൊത്തുപൊറോട്ടയും പിന്നെ പറയാനൊന്നുമില്ല, അടിപൊളിയായിരുന്നു. നമ്മുടെ റോഡ് മുക്കിൽ ആരോട് ചോദിച്ചാലും നമുക്ക് ചായ് മസ്താനിയുടെ ടേസ്റ്റിനെ പറ്റി അറിയാൻ പറ്റും. അപ്പം ഞാനത് കൂടുതൽ പറയുന്നില്ല. അപ്പം എല്ലാവരും വന്ന് ട്രൈ ചെയ്യണം. അപ്പം നമ്മുടെ പ്ലേറ്റ് കണ്ടാൽ തന്നെ അറിയാമല്ലോ ഗൈസ്, നമ്മളത് ടേസ്റ്റ് ആയിട്ട് കഴിച്ചു. അപ്പൊ ഇതാണ് നമ്മുടെ ഓണർ. അപ്പൊ പുള്ളി നമ്മൾ വീഡിയോ എടുക്കുന്നതൊക്കെ ഉണ്ട് നമുക്ക് സംസാരിക്കും. ഒരുപാട് പേര് വന്ന് അവിടെ വ്ളോഗ്സും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവിടുത്തെ ഒരു സ്പെഷ്യൽ കട്ടൻ ചായയും കൂടെ നമുക്ക് തന്നു കേട്ടോ. അതാണ് ടേസ്റ്റിന്റെ അപാരമായിരുന്നു.
അപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് കഴിച്ചാൽ ഈ കട്ടൻ ചായ മിസ്സാക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലത്തെ ടേസ്റ്റ് ഉണ്ട്. ഞാൻ സാധാരണ കട്ടൻ ചായ കുടിക്കാറില്ല, ഞാൻ പാൽ ചായയാണ് കുടിക്കാറ്. പക്ഷെ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ് ഉണ്ട്. ഞാനത് മൊത്തം കുടിച്ചു കേട്ടോ ഗൈസ്. അപ്പൊ നമ്മൾ അവിടെ നിന്ന് പൈസയൊക്കെ കൊടുത്ത് നമ്മൾ ബില്ലൊക്കെ പേ ചെയ്ത് ഇറങ്ങാൻ പോവാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഇറങ്ങി. അപ്പോഴും അവിടെ ആള് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. സാധാരണ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ റോഡിലോട്ട് തന്നെ ഭയങ്കര ക്യൂ ആണെന്നാണ് ചേട്ടൻ. ടേസ്റ്റ് വൈസ് അടിപൊളിയായതുകൊണ്ട് ഒരുപാട് പേര് വന്ന് വ്ലോഗൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ നല്ല തിരക്കായിരിക്കും. അപ്പൊ നമ്മൾ ഇന്ന് തിരക്കില്ലാത്ത ദിവസമായിരുന്നു പോയത്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചതിന്റെ പൈസ കൊടുത്തു. വെറും 200 രൂപ കേട്ടോ നമ്മളിവിടെ നിന്ന് മേടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു ഗൈസ്. അവിടെ അച്ഛനും അമ്മയ്ക്കും കൊച്ചിനും കൂടെ ഒരു പാഴ്സൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കൊത്തു പൊറോട്ട ഒരു പാഴ്സലായിരുന്നു വാങ്ങിച്ചത്. അങ്ങനെ അവർക്ക് നമ്മൾ മാത്രമല്ല അച്ഛൻ നമുക്ക് എപ്പോഴും മേടിച്ചു തരുന്നതുകൊണ്ട് നമുക്ക് അച്ഛന് മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ പോയത് തന്നെ. അങ്ങനെ അച്ഛനും അമ്മയും കൂടെ അത് കഴിക്കുന്നത് ഞാൻ വീഡിയോ എടുത്തു കേട്ടോ. അപ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു സന്തോഷം ഉണ്ടായി. കാരണം നമ്മളെപ്പോഴും അച്ഛൻ നമുക്ക് ഓരോ പൊതി ഇങ്ങനെ മേടിച്ചുകൊണ്ട് നമ്മൾ കാത്തിരിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് വൈസ് ഭയങ്കരമായിരിക്കും. ഇപ്പോൾ അവർ തിരിച്ച് കഴിക്കുന്നത് കാണുമ്പോഴത്തേക്കും നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം അത് വേറെ തന്നെ കേട്ടോ ഗൈസ്. അപ്പം നിങ്ങളും ഇടയ്ക്ക് നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇങ്ങനെ ഓരോന്ന് പാഴ്സൽ ഇങ്ങനെ വാങ്ങിച്ചു കൊടുക്കണം. അപ്പോൾ അവരുടെ സന്തോഷം കാണാനായിട്ട് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പം നമ്മുടെ ഇത്തക്കവും വന്നിട്ടുണ്ട്. അവനും ഒരു സ്പൂൺ കൊടുക്കും. അവൻ ഓൾറെഡി ഫുഡൊക്കെ അടിച്ച് വയറ് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് അധികം മൈൻഡൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഒരു സ്പൂൺ എങ്ങാണ്ട് കഴിച്ചു. ബാക്കി അവൻ അതങ്ങ് മേടിച്ചുകൊണ്ട് പോകുന്നതാണ് കേട്ടോ കണ്ടത്. അപ്പൊ അതുപോലത്തെ ഒരു ടേസ്റ്റ് വൈസ് ആയിരുന്നു ആ ഫുഡ് എന്ന് പറയുന്നത്. അവൻ മേടിച്ചുകൊണ്ട് പോകുന്ന കണ്ടാൽ തന്നെ നമുക്കറിയാലോ. അങ്ങനെ അവൻ അത് നേരെ മേടിച്ചുകൊണ്ട് നേരെ കാർട്ടൂൺ കാണാനായിട്ട് പോയി. അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ബൈ ബൈ.